എല്ലാവർക്കും നമസ്കാരം. നമ്മുടെയൊക്കെ കയ്യിലുള്ള ഏറ്റവും വിലപിടിപ്പുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത്. സമയം. അതിന്റെ വില മനസ്സിലാക്കി തരുന്ന വളരെ ലളിതവും എന്നാൽ ആഴത്തിലുള്ളതുമായ ഒരു കഥ നമുക്ക് കേൾക്കാം. ഈ കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം, അല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ഒരു മണിക്കൂറിന് അല്ലെങ്കിൽ ഒരു ദിവസത്തിന് ശരിക്കും എന്ത് വിലയുണ്ട്? അപ്പോ നമ്മുടെ കഥ തുടങ്ങുന്നത് ഒരച്ഛനിൽ നിന്നാണ്. അദ്ദേഹത്തിനൊരു വലിയ വിഷമമുണ്ടായിരുന്നു തന്റെ മകനെക്കുറിച്ച്. മകനാണെങ്കിൽ ഒരു ജോലിയും ചെയ്യാതെ, യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ ഓരോ ദിവസവും വെറുതെ തള്ളി നീക്കുകയായിരുന്നു. അവരൊരു ദിനചര്യയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അത് വെറുതെ നാട് ചുറ്റി നടക്കുക എന്നതായിരുന്നു, യാതൊരു ലക്ഷ്യവുമില്ലാതെ. ഈ ഒരു അവസ്ഥ കണ്ടിട്ടാണ് അച്ഛൻ അവനെ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം അച്ഛൻ അവനൊരു ചെറിയ പണി കൊടുത്തു. ഒരു പഴയ വാച്ച് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതുമായിട്ട് മാർക്കറ്റിൽ പോയി ഇതിനെന്ത് വില കിട്ടുമെന്നൊന്നു ചോദിച്ചിട്ട് വാ. ഇതായിരുന്നു അവന്റെ ആദ്യത്തെ ദൗത്യം. അങ്ങനെ അവൻ മാർക്കറ്റിലെത്തി. പലരോടായിട്ട് ആ വാച്ചിന്റെ വില ചോദിച്ചു. പക്ഷെ കിട്ടിയ ഉത്തരങ്ങൾ അവനെ ശരിക്കും കുഴപ്പത്തിലാക്കി. ഒരാൾ പറഞ്ഞു 500 രൂപ തരാം, വേറൊരാൾ 1000 രൂപ വരെ പറഞ്ഞു, മറ്റൊരാൾ 800 ചോദിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ വിലയാണ് പറഞ്ഞത്. അപ്പോ ഈ പലതരം വിലകൾ കേട്ട് ആകെ കൺഫ്യൂഷനായിട്ടാണ് അവൻ വീട്ടിലേക്ക് തിരിച്ചു വന്നത്. ഒരേ വാച്ചിന് എങ്ങനെയാ ഇങ്ങനെ പല വില വരുന്നത്? ഈ ഒരു സംശയമാണ് അവന്റെ ജീവിതം മാറ്റാൻ പോകുന്ന അടുത്ത പാഠത്തിലേക്ക് അവനെ എത്തിച്ചത്. പിറ്റേ ദിവസം അച്ഛൻ അവനെ വീണ്ടും അടുത്തേക്ക് വിളിച്ചു. ഇത്തവണത്തെ ആവശ്യം കേട്ടപ്പോൾ അവൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം അത് കുറച്ചുകൂടി വിചിത്രമായിരുന്നു. അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണ്: നീ ഇന്നും മാർക്കറ്റിലേക്ക് പോകണം, ഇതേ വാച്ചുമായിട്ട്. പക്ഷേ ഇത്തവണ നീ ചോദിക്കേണ്ടത് വാച്ചിന്റെ വിലയല്ല, ആ വാച്ചിനകത്തുള്ള സമയത്തിന്റെ വില എന്താണെന്നാണ്. ഒന്ന് ആലോചിച്ചു നോക്കിയേ, സമയത്തിന് വില ചോദിക്കുക. ഭയങ്കര വിചിത്രമായൊരു ചോദ്യം തന്നെയാണല്ലേ അത്? ഇത്തവണത്തെ അനുഭവം ആദ്യത്തേതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. അവന്റെ ചോദ്യം കേട്ടതും ആളുകൾ അവനെ കളിയാക്കാൻ തുടങ്ങി. ചിലർ ഉറക്കെ ചിരിച്ചു, വേറെ ചിലർ ദേഷ്യപ്പെട്ടു, പോടാ അവിടുന്ന് എന്നൊക്കെ പറഞ്ഞു. പലരും ഇതൊരു വിഡ്ഢിച്ചോദ്യമാണെന്നു പറഞ്ഞ് അവനെ ആട്ടിപ്പായിച്ചു. ആളുകളുടെ ഈ പ്രതികരണം അവനെ വല്ലാതെ വിഷമിപ്പിച്ചു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കപ്പെട്ട പോലെ അവന് തോന്നി. ശരിക്കും സങ്കടമായിപ്പോയി. അവന്റെ ആ യാത്രയിലെ ഏറ്റവും മോശം നിമിഷമായിരുന്നു അത്. പക്ഷെ അറിയാമോ, ആ ഒരു നിമിഷമാണ് കഥയിലൊരു വലിയ വഴിത്തിരിവുണ്ടാക്കിയത്. അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് അവൻ പ്രായമായ ഒരു കടയുടമയെ കാണുന്നത്. ആ ഒരു കൂടിക്കാഴ്ച അതവന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോവുകയായിരുന്നു. അവൻ ആ കടക്കാരനോടും തന്റെ വിചിത്രമായ ചോദ്യം ചോദിച്ചു. പക്ഷേ കളിയാക്കുന്നതിന് പകരം ആ മനുഷ്യനൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് വളരെ ശാന്തമായി പറഞ്ഞു, മോനെ, സമയത്തിന് നമുക്ക് ഒരിക്കലും ഒരു വിലയിടാൻ കഴിയില്ല. എന്നിട്ട് ആ കടക്കാരൻ വിശദീകരിച്ചു, സമയത്തിന് 2 വശങ്ങളുണ്ട്, ഒരു നല്ല വശവും ഒരു ചീത്ത വശവും. അത് നമ്മളെ കാത്തു നിൽക്കാതെ കടന്നുപോകും, അതാണ് അതിന്റെ ചീത്ത വശം. പക്ഷേ ആ പോകുന്ന സമയം എങ്ങനെ ചെലവഴിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നിനക്കുണ്ട്, അതാണ് അതിന്റെ ഏറ്റവും നല്ല വശം. കണ്ടില്ലേ, ആ തിരഞ്ഞെടുപ്പ് പൂർണ്ണമായും നമ്മുടെ കയ്യിലാണ്. അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, ഈ ലോകത്ത് പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്ന ഒന്നേയുള്ളൂ, അത് സമയമാണ്. ഒരു ദിവസം കൃത്യം 24 മണിക്കൂർ. ആ 24 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിലാണ് എല്ലാ വ്യത്യാസവും വരുന്നത്. അവസാനമായി അദ്ദേഹം പറഞ്ഞ ആ ഒരൊറ്റ വാചകം അതവന്റെ മനസ്സിൽ ആണിയടിച്ചതുപോലെ പതിഞ്ഞു. ഒരിക്കലത് പോയിക്കഴിഞ്ഞാൽ പിന്നൊരിക്കലും നിനക്കത് തിരിച്ചു കിട്ടില്ല. എത്ര പണം കൊടുത്താലും ശരി, നഷ്ടപ്പെട്ടൊരു നിമിഷം പോലും നമുക്ക് തിരികെ വാങ്ങാൻ പറ്റില്ലല്ലോ. ആ വാക്കുകൾ കേട്ടതും അവന്റെ ഉള്ളിലൊരു വെളിച്ചം വന്ന പോലെയായി. അതുവരെ ഇല്ലാത്തൊരു തിരിച്ചറിവ്. അവൻ ഒന്നും നോക്കിയില്ല, തന്റെ അച്ഛന്റെ അടുത്തേക്ക് ഓടി. ആ മുഖത്തൊരു പുതിയ ആത്മവിശ്വാസമുണ്ടായിരുന്നു. അന്നു മുതൽ അവന്റെ ജീവിതം ശരിക്കും മാറിമറിഞ്ഞു. ഒന്നാമതായി, അവൻ ആ ലക്ഷ്യമില്ലാത്ത അലച്ചിലങ്ങ് നിർത്തി. രണ്ടാമത്, അവൻ കഠിനമായി ജോലി ചെയ്യാൻ തുടങ്ങി. ഏറ്റവും പ്രധാനമായി, ഓരോ മിനിറ്റും എങ്ങനെ ബുദ്ധിപരമായി ഉപയോഗിക്കാമെന്ന് അവൻ പഠിച്ചു. അങ്ങനെ ആ 2 ദിവസത്തെ യാത്രയുടെ അവസാനം അവനൊരു വലിയ സത്യം മനസ്സിലാക്കി. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും അതിൻ്റേതായ വിലയുണ്ട്. അത് വെറുതെ പാഴാക്കി കളയാനുള്ളതല്ല. അപ്പോ ഈ കഥ നമ്മളോടാണ് അവസാനത്തെ ചോദ്യം ചോദിക്കുന്നത്. നിങ്ങൾക്കിന്ന് 24 മണിക്കൂർ കയ്യിലുണ്ട്. ഈ 24 മണിക്കൂർ നിങ്ങൾ എങ്ങനെയാണ് ചിലവഴിക്കാൻ പോകുന്നത്? ഓർക്കുക, ഇത് പണം കൊടുത്തു വാങ്ങാൻ പറ്റാത്ത എന്നാൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒന്നാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളിത് നിക്ഷേപിക്കാൻ പോകുന്നത്?